താൻ അമ്മയെ കൊണ്ട് മേളി വിടും. അമ്മയെ കൊണ്ട് മേളി വിടും. അമ്മയെ കൊണ്ട് മേളി കൊടു. ഹായ് എവരിവൺ, അപ്പൊ ഒരു പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പൊ കഴിഞ്ഞ ദിവസത്തെ ഒരു വീഡിയോ ഉണ്ടല്ലോ ദിയ കൃഷ്ണയുടെ, അത് എല്ലാവരും കണ്ടു കാണും. സ്വന്തം അമ്മായിയമ്മയെ അമ്മ എന്ന് വിളിക്കാൻ പുള്ളിക്കാരിക്ക് പറ്റത്തില്ല. അങ്ങനെ ഒരു വീഡിയോ ആയിരുന്നു വന്നിരുന്നത്. പുള്ളിക്കാരി പറഞ്ഞത് ഇങ്ങനെയാണ്: സ്വന്തം അച്ഛനെയും അമ്മേനെയും മാത്രമേ അമ്മാന്നും അച്ഛാന്നും ഒക്കെ വിളിക്കാൻ പറ്റത്തുള്ളൂ, അല്ലാതെ വഴി കാണുന്നവരെ ഒന്നും അങ്ങനെ വിളിക്കാൻ പറ്റത്തില്ല എന്നാണ് പുള്ളി പറഞ്ഞത്. അതിനുശേഷം ഇതെടുത്ത് ഒരുപാട് ആൾക്കാർ റിയാക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. ഞാൻ ഉൾപ്പെടെ റിയാക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. എല്ലാവരും എല്ലാവരുടെയും എതിർപ്പ് പറഞ്ഞിട്ടും ഉണ്ടായിരുന്നു. അപ്പൊ പുള്ളിക്കാരി ഒരു സ്റ്റോറി കഴിഞ്ഞ ദിവസം ഇൻസ്റ്റാഗ്രാമിൽ ഇട്ടിട്ടുണ്ടായിരുന്നു. അതിനകത്ത് ഒരു പുള്ളിക്കാരൻ ചോദിച്ച ക്വസ്റ്റ്യന് ഇങ്ങനെയാണ്: വാട്ട് യു വാണ്ട് ടു സേ ടു ദ പീപ്പിൾ ഹൂ ഈസ് നെഗറ്റീവ് അബൌട്ട് യുവർ മദേഴ്സ് ഡേ ബ്ലോഗ്. അതിന് കൊടുത്തിരിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, സം ഡേയ്സ് ഐ ഡു ചാരിറ്റീസ് ലൈക്ക് ദാറ്റ് ഫോർ മൈ ഫെല്ലോ യൂട്യൂബേഴ്സ്. ലെറ്റ് ദം മേക്ക് എ ലിറ്റിൽ മണി വിത്ത് മൈ ക്യൂട്ട് പിക്ചേഴ്സ് ആൻഡ് ടോക്കൺ കണ്ടന്റ്. അതായത് ചോദിക്കുന്നത് വെച്ചാൽ, മദേഴ്സ് ഡേയുടെ അന്ന് ഇട്ട ആ ഒരു വീഡിയോയ്ക്കകത്ത് അതിനകത്തുള്ള നെഗറ്റീവ് കമന്റ് ഉണ്ടല്ലോ, അതിനകത്ത് എന്താണ് അഭിപ്രായം എന്നാണ് ചോദിക്കുന്നത്. അപ്പൊ പുള്ളിക്കാരി പറയുന്നത്, ഞങ്ങളെപ്പോലുള്ള യൂട്യൂബേഴ്സ് അവരെ വെച്ചിട്ട് കുറച്ച് പൈസ ഉണ്ടാക്കിക്കോട്ടെ എന്നാണ് പറയുന്നത്. ഇവരെ വെച്ച് മാത്രമാണല്ലോ എല്ലാ യൂട്യൂബേഴ്സും കേരളത്തിൽ ജീവിക്കുന്നത്. അങ്ങനെ ഒരു ചിന്ത ഈ പറയുന്ന ദിയയ്ക്കും ദിയയുടെ ഫാമിലിക്കും ഉണ്ടായിരിക്കും. ഈ സിന്ധു കൃഷ്ണ കുറച്ചു നാൾക്ക് മുമ്പ് വന്നിട്ട് പറഞ്ഞൊരു ഡയലോഗ് ഉണ്ട്: നമ്മളെയൊക്കെ പുച്ഛിച്ച് തള്ളിക്കൊണ്ട് ആണ് അവർ സംസാരിച്ചത്. ഇവരുടെയൊക്കെ പുച്ഛമുണ്ടല്ലോ, അതാണ് ഇവരുടെയൊക്കെ ഏറ്റവും വലിയ അടി എന്ന് പറയുന്നത്. ഏതെങ്കിലും ഒരു കാലത്ത് ഇതിനൊക്കെ ഉള്ള ഒരു മറുപടി കിട്ടും. ദിയയുടെ വിചാരം ദിയ ഉള്ളത് കൊണ്ടാണ് നമ്മളൊക്കെ ജീവിച്ചു പോകുന്നതെന്നാണ്. അത് ദിയയുടെ തോന്നൽ മാത്രം. പിന്നെ വേറെ കുറെ ആൾക്കാരുണ്ട്, ഇവരെ സപ്പോർട്ട് ചെയ്യുന്ന ഒരുപാട് പേരുണ്ട്. എന്ത് കാണിച്ചാലും സപ്പോർട്ട് ചെയ്യുന്ന കുറെ പേരുണ്ട്. അവരൊക്കെ എന്തെങ്കിലും ആയിക്കോട്ടെ, അവരെയൊക്കെ പറ്റിക്കാനും പറ്റും. ബുദ്ധിയും ബോധവും വിവരമുള്ള ആൾക്കാർക്ക് നിങ്ങളുടെ വീഡിയോസ് കാണുമ്പോൾ മനസ്സിലാവില്ല. പൈസ ഉണ്ടാക്കാൻ വേണ്ടി മാത്രമാണ് ഇങ്ങനെ ഒരു സാധനം നിങ്ങൾ ചെയ്തത്. പിന്നെ നിങ്ങളും യൂട്യൂബ് തുടങ്ങിയിട്ടുണ്ട്, നിങ്ങൾക്ക് വായി തോന്നുന്ന എന്തും വിളിച്ചു പറയാമെങ്കിൽ നമുക്കും അതുപോലെ എന്തും പറയാം. അഭിപ്രായ സ്വാതന്ത്ര്യം ഉണ്ടല്ലോ. ഇങ്ങനെ വന്ന് നിങ്ങൾ പറയല്ലേ. പാവപ്പെട്ട അശ്വിന്റെ അമ്മയെ വരെ നിങ്ങൾ അപമാനിച്ചു. ശരിക്കും ഈ ഇവരുടെ പഴയ വീഡിയോസിനകത്തൊക്കെ ഇവര് അമ്മയെന്ന് വിളിക്കുന്നുണ്ട്, മീനമ്മ എന്ന് ഒരുപാട് വീഡിയോസിനകത്ത് വിളിക്കുന്നുണ്ട്. അതൊക്കെ ഞാൻ എടുത്ത് ചെക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. ഞാൻ എന്തായാലും അതൊക്കെ നിങ്ങൾക്കൊന്ന് കാണിച്ചു തരാം. എൻ്റെ അച്ഛൻ മീനമ്മയ്ക്കായിട്ട് കൊടുത്തു വിട്ടിരുന്ന ഡ്രൈ ഫിഗ്, ഡേറ്റ്സ്, ആൽമണ്ട്സ് ഒക്കെ ഉണ്ട്. അച്ഛൻ ദുബായ് പോയിട്ട് കൊണ്ടുവന്ന. അപ്പോൾ എന്നെ വീട്ടിൽ പാത്രത്തിലിട്ട് വെച്ചിരുന്നു. അപ്പോൾ എൻ്റെ അടുത്ത് അങ്ങനെ കൊണ്ട് കൊടുക്കാൻ പറഞ്ഞു. പിന്നെ ചോക്ലേറ്റ്സ് ഞാനോ അശ്വിനോ മീനമ്മ, അശ്വിൻ്റെ അച്ഛൻ ആരും കഴിക്കാറില്ല വലുതായിട്ട്. അതുകൊണ്ട് അത് വെച്ചില്ല. ഞാൻ തന്നെയാണ് അത് വേണ്ടാന്ന് പറഞ്ഞത്. നിങ്ങൾ എന്നെ ആലോചിച്ച് നോക്കിയേ, മീന അമ്മ അതിനകത്ത് അമ്മയുണ്ടല്ലോ, അമ്മയെന്ന് വിളിക്കാൻ പറ്റത്തില്ലെന്നല്ലേ പറഞ്ഞത്. മദേഴ്സ് ഡേയുടെ അന്ന് തന്നെയാണ് പുള്ളിക്കാരി വന്ന് അങ്ങനെ ഒരു വീഡിയോ ഇട്ടത്. എന്താ വന്ന് സംസാരിക്കേണ്ടതെന്ന് ഉള്ള ഒരു ബോധം പോലും അവർക്കില്ല. കുറച്ചെങ്കിലും ക്വാളിറ്റി ഉണ്ടെന്ന് എനിക്ക് തോന്നിയിട്ടുള്ള അഹാനയുടെ കേസിലാണ്. ഈ അഹാനയും അതുപോലെ ഷാനി, ആ പുള്ളിക്കാരിയും വലിയ വിഷയമായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. ദിയക്ക് എപ്പോഴും ഒരു അഹങ്കാരം, പുച്ഛഭാവമാണ്. ഇതിനകത്ത് വന്ന് അമ്മയെന്ന് വിളിക്കുന്നോണ്ട്, മീനമ്മയെന്ന് വിളിക്കുന്നോണ്ടൊന്നും കുഴപ്പമില്ല. പക്ഷെ മദേഴ്സ് ഡേയുടെ ആ ഒരു സമയത്ത് പുള്ളിക്കാരി അങ്ങനെ ഒന്ന് പ്രതികരിച്ചു. എന്താ സംഭവം എന്ന് അറിയാം. കവറിലാക്കി മീനമ്മയ്ക്ക് കൊടുക്കാം. അച്ഛൻ തരാൻ പറഞ്ഞത് ഫിഗ്, ഡേറ്റ്സ്, ബദാം. അച്ഛൻ ദുബായ് എന്ന് പറഞ്ഞു. അതാ പാത്രത്തിൽ വെച്ച് തന്നെയാ തന്നെ. വേറെ മറ്റേ കവർന്നൊക്കെ പൊട്ടിച്ചു. അപ്പൊ ഇങ്ങനെ വെച്ചിരുന്നു. ഫിഗ് ഫ്രിഡ്ജിൽ വെച്ചു. വെളി വെച്ചാൽ ശരിയാവത്തില്ല എന്ന് പറഞ്ഞു അച്ഛൻ. സോ അശ്വിൻ വർക്കൊക്കെ ആയിട്ട് ഇതേ കണ്ടിന്യൂ ആയി. മീനമ്മ ഇറങ്ങാറായി. ഇത് കുറച്ചിനി അച്ഛന് കൊണ്ട് കൊടുക്കണം മുറുക്ക്. കണ്ടില്ലേ, മീനമ്മ ഇറങ്ങാറായി. പിന്നെയും മീനമ്മ. പുള്ളിക്കാരി പറഞ്ഞത് ആന്റി എന്നാണ് വിളിക്കുന്നതെന്നാണ്. ഇതുവരെ ആന്റി എന്ന് വിളിക്കുന്നത് കേട്ടിട്ടില്ല. ശരിക്കും പറഞ്ഞാൽ ഇവർക്ക് എല്ലാത്തിനോടും പുച്ഛമാണ്. ആ പുച്ഛഭാവം ഇനിയും മാറാൻ പോകുന്നില്ലെന്നാണ് എനിക്ക് തോന്നുന്നത്. ബാക്കിയും കൂടെ കാണാം. ബാക്കി ഞാനും കഴിച്ചു തീർക്കും. എന്നിട്ട് അതിന്റെ റെസിപ്പി നമുക്ക് കൊണ്ടുവരാം അല്ലേ സൂൺ. താൻ അമ്മയെ കൊണ്ട് മേളി വിടും. അവന്റെ സ്കൂട്ടർ മേളി പാർക്ക് ചെയ്ത് തന്റെ സ്കൂട്ടർ മേളി കൊണ്ട് വിടും. ഓക്കെ, കണ്ടില്ലേ, അമ്മയെ കൊണ്ട് മേളിൽ വിടും. കണ്ടില്ലേ, വ്യക്തമായിട്ട് നിങ്ങൾ കേട്ടല്ലോ അമ്മയെന്ന് വിളിക്കുന്നത്. എന്തുകൊണ്ട് ഇവിടെ ആന്റി എന്ന് വിളിച്ചില്ല? പഴയ വീഡിയോയിൽ ഈ അമ്മയെന്നൊക്കെ വിളിക്കുന്നത് പുള്ളിക്കാരി ഓർത്ത് കാണത്തില്ല. അതുകൊണ്ടായിരിക്കും ഇങ്ങനെയൊക്കെ പറഞ്ഞ വീഡിയോ ചെയ്തിട്ട് എന്തും ആയി തോന്നുന്നത് വിളിച്ച് പറയാന്നാണ് പുള്ളിക്കാരിയുടെ ഒരു ഇത്. അപ്പൊ എന്തായാലും ഒരു കാര്യം വിചാരിക്കണമായിരുന്നു: ഞാനിങ്ങനെ മീനമ്മന്ന് വിളിച്ചിട്ടുണ്ടായിരുന്നുണ്ടെങ്കിൽ അമ്മയെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഇനി ഇത് വെളിയിലായി കഴിഞ്ഞാൽ യൂട്യൂബേഴ്സ് ഇതൊക്കെ പഴയതൊക്കെ എടുത്ത് പൊക്കിക്കൊണ്ട് വരും എന്നുള്ള ഒരു ചിന്ത വേണമായിരുന്നു. ശരിക്കും പണ്ട് പറഞ്ഞിട്ടുണ്ടോ ഇല്ലയോ എന്ന് ആലോചിച്ചും കണ്ടും വേണം സംസാരിക്കാൻ. കണ്ടില്ലേ, ആ അമ്മയെ വെച്ച് എന്റെ എത്ര വീഡിയോ ഇവർ ഇട്ടിട്ടുണ്ട്. അതിൽ പൈസ കിട്ടിയില്ലേ. മീനമ്മ റെസിപ്പി എന്ന് പറഞ്ഞു ഇട്ടിട്ടുണ്ട്. മീനമ്മയുടെ എന്തോ ഫുഡിന്റെ കാര്യങ്ങളൊക്കെ വന്നിട്ട് ഒരുപാട് കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്.
അതൊക്കെ പുള്ളിക്കാരിനെ വെച്ചിട്ട് ഒരു കണ്ടന്റ് ഉണ്ടാക്കിയിട്ട് നിങ്ങൾക്ക് ആ പൈസ കിട്ടിയിട്ടില്ലേ? വേറൊരു സംഭവം ഉണ്ട്, വൈറലായിട്ടുള്ള വേറൊരു സംഭവം ഉണ്ട്, ഒരു മൂക്കൂത്തിയുടെ കേസ്. നിങ്ങൾ ഓർക്കുന്നുണ്ടോ? പുള്ളിക്കാരി കുത്തി വാങ്ങിത്തരാന്ന് പറഞ്ഞപ്പോ എനിക്ക് വേണ്ടെന്ന് ഭയങ്കര അഹങ്കാരം. എനിക്കത് സത്യം പറഞ്ഞാൽ എനിക്ക് അത് കണ്ടപ്പോ തന്നെ ദിയയുടെ ഒരു വലിയ എന്തുവാ, ഇങ്ങനെയൊക്കെ ഒരു അമ്മായിയമ്മയെ കിട്ടണ തപസ് ചെയ്യണം, എന്തൊരു സാധനമാണെന്ന് ഞാൻ അന്നേരം വിചാരിച്ചത്. നിങ്ങൾ ആ വീഡിയോ ഒന്ന് കണ്ടോക്ക്. അയ്യോ എനിക്ക് പിന്നെ എന്തെങ്കിലും മതി. അയ്യോ ഓസി ആ ഒരു റിംഗ് അല്ലാതെ ഞാൻ മൂക്കുത്തി ഇടുന്നെങ്കിൽ 15 ജന്മം കൂടെ ജനിക്കണം. ഈ നിൽക്കുന്ന ഒരു സ്ത്രീയെ കണ്ടോ? ഈ സ്ത്രീ എന്നെ കൊന്നിട്ടുണ്ട്. മൂക്കുത്തിയിടോ ഞാൻ ഡയമണ്ട് വാങ്ങിച്ചോ, രണ്ടെണ്ണം വാങ്ങിച്ചു തരും. പക്ഷെ ഓസിയുടെ ഒരു ഡയമണ്ട് കമ്മൽ ഓസി ഇടത്തില്ല. അല്ല ഓട്ടിച്ചു വിടും. മൂക്കൂത്തിന്നെങ്ങാനും പറഞ്ഞ മൂക്കുത്തിട്ട് നല്ല ഭംഗിയായിരുന്നു. എനിക്ക് ഇഷ്ടമല്ല. അശ്വിൻ പണ്ടെടുത്ത് പറഞ്ഞോട്ടെ, ഇപ്പൊ അശ്വിന്റെ മൂക്കൂത്തിയിടുന്ന പെണ്ണുങ്ങളെ ഇഷ്ടമല്ല. ഞാൻ പറഞ്ഞു വീർപ്പിച്ചു. ഞാൻ പ്രിയായിട്ടും പറഞ്ഞു, നീ മൂക്ക് തീയണമെങ്കിൽ അങ്ങോട്ട് ഡയമണ്ട് തന്നെ വാങ്ങിത്തരാം. ചേച്ചിക്ക് മേടിച്ച് കൊടുക്കും. പ്രിയക്ക് മൂക്കുത്തിയില്ലേ? ഇല്ല, അതും കുത്തത്തില്ല. പ്രിയ ചേച്ചി കുത്തുമെങ്കിൽ മീനമ്മ മേടിച്ചു തരുന്നതായിരിക്കും. ഞാനിടില്ല. കണ്ടില്ലേ, എത്ര വട്ടം റിപ്പീറ്റ് ചെയ്ത് മീനമ്മയെന്ന് വരെ പറഞ്ഞിട്ടുണ്ട്. ശരിക്കും ഇവരാരെയാണ് ഇപ്പൊ പറഞ്ഞ് പൊട്ടന്മാരാക്കാൻ നോക്കുന്നത്? ശരിക്കും ഈ അമ്മയെന്ന് പറയുവാണെങ്കിൽ പ്രസവിച്ചതുകൊണ്ട് മാത്രം അമ്മയാവില്ല, എത്രയോ പേര് അമ്മയാവുന്നുണ്ട്. എത്ര പേര് നമ്മൾ അമ്മ എന്ന് വിളിക്കുന്നുണ്ട്. നമ്മുടെ ഫ്രണ്ട്സിന്റെ അമ്മമാരെ അമ്മ എന്ന് വിളിക്കുന്നില്ലേ? അല്ലാതെ എത്രയോ പേര് അമ്മ എന്ന് വിളിക്കുന്നുണ്ട്. അതൊക്കെ ഒരു ബഹുമാനമാണ്, സ്ത്രീകൾക്ക് കൊടുക്കുന്ന ഒരു എക്സ്ട്രീമിലി ഒരു ബഹുമാനം എന്ന് വേണമെങ്കിൽ പറയാം. ശരിക്കും പരിചയമില്ലാത്ത വ്യക്തികളെ തന്നെ, ഒരു പ്രായമായിട്ടുള്ള ഒരു വ്യക്തികളെ നമ്മൾ അമ്മയെന്ന് തന്നെ വിളിക്കുന്ന, ഇതുപോലും മനസ്സിലാക്കാനുള്ള ഒരു ബോധം ദിയാക്കില്ലാത്തത് നമ്മുടെ ആരുടെയും തെറ്റല്ല. ആദ്യം തന്നെ ആ അഹങ്കാരവും ആ ഒരു സംഭവമൊക്കെ എടുത്ത് താഴെ വെക്കുക. എന്നിട്ട് പറയാം, നിങ്ങളുടെ ഒരു വിഷയം വന്നപ്പോൾ നമ്മൾ എല്ലാവരും സപ്പോർട്ട് ചെയ്തതാ. മറ്റേ ആ ഷോപ്പിൽ നിന്ന് കാശ് അടിച്ചു മാറ്റിയ ആ ഒരു വിഷയം വന്നപ്പോൾ നമ്മൾ എല്ലാവരും കട്ടയ്ക്ക് സപ്പോർട്ടായിരുന്നു നിന്ന്. പക്ഷെ അവരുടെ കയ്യിലുള്ള എന്തെങ്കിലും മിസ്റ്റേക്ക് ആണെങ്കിൽ പോലും നമ്മൾ അവരെ കുറ്റം പറയാൻ നിന്നിട്ട്, ഇവരുടെ ഈ അഹങ്കാരമായിട്ടുള്ള ആ ഒരു ക്യാരക്ടറാണ് നമുക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്തത്. ഇപ്പൊ പറഞ്ഞു കേട്ടില്ലേ, ഇടയ്ക്കൊക്കെ പുള്ളിക്കാരി ചാരിറ്റി ചെയ്യാറുണ്ട്. അതുപോലെ അവര് ഞങ്ങളെ കൊണ്ട് അരി വാങ്ങിച്ചോട്ടെ എന്നുള്ള രീതിയിലാണ് സംസാരിക്കുന്നത്. ഒരുമാതിരി ഉച്ചിച്ച് തള്ളുവാണ് നമ്മളെ. ഇവരുടെ മൈൻഡിൽ ഇവർക്ക് മാത്രം അവകാശപ്പെട്ടതാണ് ഈ യൂട്യൂബ് എന്നാണ് ഇവരുടെ സംസാരം കേട്ടാ തോന്നുന്നത്. ഒത്തിരി വ്ളോഗിൽ ഇവര് മീനമ്മ എന്ന് തന്നെയാണ് വിളിച്ചുകൊണ്ടിരിക്കുന്നത്. നിങ്ങൾ വ്യക്തമായിട്ട് കേട്ടതാണ്. ഇനി അടുത്തൊരു വീഡിയോ കൂടി നിങ്ങളെ കാണിച്ചു തരാം, വന്ന് കണ്ടു. ഞാൻ സത്യം പറഞ്ഞ ഉറക്കത്തിൽ ഇങ്ങനെ എണീച്ചതേ ഉള്ളൂ. ചെറിയ ഹെഡേക്ക് ഉണ്ടായിരുന്നു. അപ്പോ ഇവിടെ ഒരാൾ വന്നിട്ടുണ്ട്, ഷെഫ് മീനമ്മ. കേട്ടില്ലേ? ഇവര് ഒരു വട്ടം അല്ല റിപ്പീറ്റ്ലി വിളിച്ചുകൊണ്ടിരിക്കുന്നു. ഒരുപാട് തവണ നിങ്ങളിപ്പോ കേട്ടത്. എന്നിട്ടാണ് വന്നിരുന്നത് ഡയലോഗ് അടിക്കുന്നത്. അതും വെറും കൈയോടെ അല്ല വന്നേ, കുറച്ച് ഐറ്റംസ് ഒക്കെ ആയിട്ടാണ് വന്നത്. പക്ഷെ കറക്റ്റായിട്ട് എന്തൊക്കെ ഉണ്ടെന്ന് എനിക്കറിയില്ല. എനിക്ക് ഇഡലിയും മുറുക്കൊക്കെ ഉണ്ടെന്ന് എനിക്കറിയാം. മുറുക്ക് ഞാൻ കുറേ ചോദിച്ചു, അങ്ങനെ കിട്ടി. എനിക്ക് മുറുക്ക് കഴിക്കാൻ കൊതിയായിട്ട് വയ്യായിരുന്നു. അശ്വിൻ എന്തൊക്കെ ഉണ്ടെന്നൊന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്ത് കൊടുക്കൂ പ്ലീസ്. എന്തെല്ലാം ഉണ്ടെന്ന് പറ. കണ്ടില്ലേ, പുള്ളിക്കാരത്തി എന്തോരോ കാര്യങ്ങളാണെന്നറിയാം സ്നേഹത്തോടെ ഉണ്ടാക്കിക്കൊണ്ടുവന്ന് കൊടുക്കുന്നത്. ഇതൊക്കെ സ്നേഹം കൊണ്ട് ചെയ്യുന്ന ഒരു സാധനമാണ്. ആ ഒരു റെസ്പെക്ട് എങ്കിലും ദിയ തിരിച്ചു കാണിച്ചാൽ വളരെ നന്നായിരിക്കും. അല്ലാതെ ചുമ്മാ അൾട്രാ പുച്ഛമായിട്ട് നടന്നു കഴിഞ്ഞാൽ എങ്ങനെ ശരിയാവും? ശരിക്കും ഇതൊക്കെ അനുഭവിക്കാൻ ഭാഗ്യമില്ലാത്ത ഒരുപാട് മരുമക്കളുണ്ട്. സത്യം പറഞ്ഞാൽ ഇതൊക്കെ കേട്ടിട്ട് അശ്വിന് ഒന്നും മിണ്ടാണ്ട് ഇങ്ങനെ ഇരിക്കുന്ന ആ ഒരു ഇരിപ്പുണ്ടല്ലോ, അതാണ് ഞാൻ ആലോചിക്കുന്നത്. മാത്രമല്ല പുള്ളിക്കാരിയുടെ 10-20,000 സബ്സ്ക്രൈബേഴ്സ് ആണ് അവരുടെ ഇതിന് ഇറങ്ങി പോയത് ഈ ഒരു വിഷയം കാരണം. പിന്നെ വേറൊരു കാര്യമുണ്ട്, ഇവര് പറഞ്ഞായിരുന്നു, ദിയ ഞാൻ ഒരുപാട് ചാരിറ്റി ചെയ്യുന്നതാണ്, അപ്പൊ ഈ കണ്ടന്റ് എടുത്തു വെച്ചിട്ട് യൂട്യൂബേഴ്സ് കുറച്ച് പൈസ ഉണ്ടാക്കിക്കോട്ടെ എന്ന് പറയുന്നുണ്ട്. ആ ഒരു സംഭവത്തിൽ നിന്നാണ് ഒരു 10-20,000 സബ്സ്ക്രൈബേഴ്സ് ഇറങ്ങിപ്പോയത്. നിങ്ങൾ എന്നെ ഒന്ന് ആലോചിച്ച് നോക്കുക, ആ 20,000 പേര് എന്തിനാ ഇറങ്ങിപ്പോയത്? നിങ്ങളോട് ഒരിക്കലും യോജിക്കാൻ പറ്റാത്തതിന്റെ പേരിലാണ് ഇറങ്ങിപ്പോയത്. ആദ്യം സ്വന്തമായിട്ട് ചിന്തിക്കുക, എന്നിട്ട് വേണം ഓരോരോ ഡയലോഗ് പറഞ്ഞിറക്കാനായിട്ട്. ഒരുപാട് പേര് ഹൻസികയെ അൺഫോളോ ചെയ്തിട്ടുണ്ട്. പിന്നെ സബ്സ്ക്രിപ്ഷനിൽ ഉണ്ട്, അല്ലാണ്ട് പിന്നെ യൂട്യൂബിൽ ഒരുപാട് പേര് അൺസബ്സ്ക്രൈബ് ചെയ്ത് പോയിട്ടുണ്ട്. അതുപോലെ ദിയയുടെ കാര്യത്തിലാണെങ്കിൽ ഒരുപാട് പേര് ഇപ്പൊ അൺസബ്സ്ക്രൈബ് ചെയ്ത് പോയിട്ടുണ്ട്. നിങ്ങളിൽ നിന്നൊന്നും ആർക്കും പേഴ്സണലി യോജിക്കാൻ പറ്റാത്തത് കൊണ്ടാണ് ഇറങ്ങിപ്പോകുന്നത്. നിങ്ങൾ ആദ്യം സ്വന്തമായിട്ട് നന്നാവാൻ നോക്കുക, അല്ലാതെ ഇങ്ങനെ പുച്ഛിച്ചിട്ടൊന്നും യാതൊരു കാര്യമില്ല. നിങ്ങളെ പോലുള്ളവർ സബ്സ്ക്രൈബേഴ്സ് ഉള്ളത് കൊണ്ടാണ് നിങ്ങൾ കഞ്ഞി കുടിച്ചു പോകുന്നതെന്ന് നിങ്ങൾ ആലോചിക്കുക. പുള്ളിക്കാരി അല്ലെങ്കിൽ വന്നിരുന്ന് പറയണമായിരുന്നു, അല്ലെങ്കിൽ ഒരു എക്സ്പ്ലനേഷൻ വീഡിയോ ചെയ്യണമായിരുന്നു. ഞാൻ അങ്ങനെ ഉദ്ദേശിച്ചല്ല പറയുന്നത്. എനിക്ക് എന്തെങ്കിലും ഒരു കാര്യം പറഞ്ഞ് എല്ലാവരോടും ഒരു സോറി എങ്കിലും പറയാനുള്ള ഒരു ഇത് കാണിക്കണമായിരുന്നു. സത്യം പറഞ്ഞാൽ ദിയ കൃഷ്ണ അങ്ങനെയല്ല ചെയ്തത്. നേരെ ഓപ്പോസിറ്റ് ആയിട്ട് ഒരുമാതിരി പുച്ഛത്തോടെയാണ് സംസാരിക്കുന്നത്. അതൊക്കെയാണ് വിഷയം ഉണ്ടാവും. സത്യം പറഞ്ഞാൽ ഇവരാരും ഇനിയും ഒന്നും ഇതാകാൻ പോകുന്നില്ല. ഇവരും ഇങ്ങനെ പറയുന്നത് ഒരു ജോലിയും കൂലിയും ഇല്ലാത്ത യൂട്യൂബേഴ്സ് എന്നൊക്കെ ആയിരിക്കും പറയുന്നത്. അല്ല, അവർക്കൊക്കെ വലിയ ജോലിയും കൂലിയും ഉണ്ടായിട്ടാണല്ലോ അവര് യൂട്യൂബും കൊണ്ട് നടക്കുന്നത്. പോരാത്തതിന് സബ്സ്ക്രിപ്ഷൻ ചാനലും ഉണ്ട്. എന്തായാലും എനിക്ക് ഇത്രയൊക്കെ പറയുള്ളൂ. ഇത് കണ്ടിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളും കമന്റ്സുകളൊക്കെ താഴെ രേഖപ്പെടുത്തുക. അപ്പൊ അടുത്ത വീഡിയോയിൽ കാണാം. അതുവരെ ബൈ ബൈ.